വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവുണ്ടല്ലോ ബാലമുരുകൻ. ഈ ബാലമുരുകൻ തമിഴ്നാട്ടിൽ എത്തിയെന്ന് കേരള പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വളരെ നിർണായകമായ തെളിവുകൾ കേരള പോലീസിന് ലഭിച്ചിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ കേസിൽ തമിഴ്നാടിന്റെ ക്യൂ ബ്രാഞ്ച് അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ കേസിനെ ഒരു വഴിത്തിരിവിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കണ്ടുപിടിച്ചത് നമ്മുടെ കേരള പോലീസാണ് എന്നതാണ് വസ്തുത. ഇയാൾ ഭാര്യയെ ഫോണിൽ വിളിച്ചതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ പോലീസ് ബാലമുരുകൻ കോയമ്പത്തൂരിൽ നിന്നും ഒരു വഴിയാത്രക്കാരന്റെ ഫോണിൽ നിന്ന് ഭാര്യയെ വിളിച്ചതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സാരംഗ് തൃശ്ശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സാരംഗ്, ഏതായാലും ബാലമുരുകൻ എന്ന് പറയുന്ന കുപ്രസിദ്ധനായ കുറ്റവാളി തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ കേരള പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ ഭാര്യയെ ഒരു വഴിയാത്രക്കാരന്റെ ഫോണിൽ നിന്ന് വിളിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞോ? നിർണായകമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ എന്തുതന്നെയും കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഏതാണ്ട് രാത്രി 10:30യോടെയാണ് ബാലമുരുകൻ എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് അല്ലെങ്കിൽ കൊടും ക്രിമിനൽ ഇത്തരത്തിൽ തമിഴ്നാട് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വിയൂർ സെൻട്രൽ ജയിലിന് സമീപത്തു നിന്നും രക്ഷപ്പെടുന്നത്. ഇത് രക്ഷപ്പെട്ട ഇയാൾ നേരെ പുലർച്ചെ, അതായത് ചൊവ്വാഴ്ച പുലർച്ചെ കോയമ്പത്തൂരിലെത്തിയെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുലർച്ചെ കോയമ്പത്തൂരിലെത്തിയ ബാലമുരുകൻ അവിടെയുള്ള, അതായത് കടന്നുപോകുന്ന വഴിയാത്രക്കാരന്റെ ഫോണിൽ നിന്നും ഭാര്യയെ വിളിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഫോൺ നൽകിയ ആളെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളുടെ കോൾ രേഖകളും പരിശോധിച്ചപ്പോൾ ഇത് ഇയാൾ വിളിച്ചിട്ടുള്ളത്, അതായത് അയാളുടെ മൊബൈലിൽ നിന്ന് കോൾ പോയിട്ടുള്ളത് ബാലമുരുകന്റെ ഭാര്യയ്ക്കാണെന്നുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇയാളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യൂ ബ്രാഞ്ച് സംഘം. ഇനി പ്രധാനമായും ഈ വഴിയാത്രക്കാരന് ഈ ബാലമുരുകനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ കോയമ്പത്തൂരിൽ വെച്ച് കണ്ടപ്പോൾ ഒരു ഫോൺ വാങ്ങി വിളിച്ചത് മാത്രമാണോ? അങ്ങനെ എന്തെങ്കിലും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വഴിയാത്രക്കാരന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ ബാലമുരുകൻ ഭാര്യയെ വിളിച്ചതെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ അയാൾ ഏതെങ്കിലും തരത്തിൽ പരിചയക്കാരാണോ, അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി അയാളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണോ എന്നുള്ള കാര്യത്തിൽ ഈ പോലീസ് സംശയിക്കുന്നുണ്ട്, അതായത് ഈ വഴിയാത്രക്കാരൻ. അതുകൊണ്ട് തന്നെ ഈ വഴിയാത്രക്കാരന്റെ കൂടുതൽ മൊഴിയെടുക്കും, അയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ഈ വഴിയാത്രക്കാരൻ ബാലമുരുകനെ സഹായിക്കുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ വിഷയം സംബന്ധിച്ച് രണ്ട് ഭാഗത്തു നിന്നും, അതായത് സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും വിശദമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അടുത്ത നടപടി എന്നോണം കോയമ്പത്തൂരിൽ വ്യാപകമായ അന്വേഷണത്തിനാണ് ഈ ക്യൂ ബ്രാഞ്ച് സംഘവും അതുപോലെ തന്നെ സംസ്ഥാന പോലീസും ഉള്ളത്. എന്തായാലും ബാലമുരുകനെ ഉടനെ തന്നെ കണ്ടെത്തുന്ന വിവരങ്ങളാണ്, അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മനു, ഒപ്പം തന്നെ ഈ തമിഴ്നാട് പോലീസ് ഉണ്ടല്ലോ, ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർ, അവരോട് നേരത്തെ കേരളത്തിൽ തന്നെ തുടരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ സ്ഥിതി എന്താണ്? ഇപ്പോൾ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കേസെടുക്കുമെന്നടക്കം നമ്മൾ കേട്ടിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്? മനു, നിലവിൽ അവർക്ക്, അതായത് 3 ഉദ്യോഗസ്ഥരാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് ബാലമുരുകനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിയൂരിലേക്ക് കൊണ്ടുവന്നത്. ഈ 3 പേരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ബാലമുരുകൻ എന്ന കുപ്രസിദ്ധ കുറ്റവാളി രക്ഷപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ നൽകിയിരുന്നു. അതിനുശേഷം ഇന്നലെ മുതൽ ഈ ക്യൂ ബ്രാഞ്ച് സംഘം തൃശ്ശൂരിലെത്തിയിരുന്നു. ഈ ക്യൂ ബ്രാഞ്ച് സംഘം ഈ 3 ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തിരുന്നു. അവരുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി. ഇനി അടുത്ത ഘട്ടം എന്നോണം ഒരുപക്ഷെ ഏത് സമയത്തും ഇവർക്കെതിരെ ഒരു കേസ് ചുമത്താം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്, അതായത് ഈ 3 പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഗുരുതര വീഴ്ചയാണെന്നുള്ളത് കണ്ടെത്തി ഇത്രയും വലിയ കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ കൈവിലങ്ങ് അണിയിക്കാതെ വളരെ നിസ്സാരമായി അയാളെ സ്വതന്ത്രനാക്കി കൊണ്ടുവന്ന നടപടി ഒട്ടും അപലനീയമാണ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ശക്തമായ നടപടി ക്യൂ ബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനു മുന്നേ തന്നെ ഈ സംസ്ഥാന പോലീസ് ഇവരെ ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതായത് തൃശ്ശൂർ സിറ്റി പോലീസാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം തമിഴ്നാട് പോലീസിന് ഒരു റിപ്പോർട്ട് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിലും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെയും ആദ്യമേ തന്നെ തമിഴ്നാട് പോലീസ് സസ്പെൻഡ് ചെയ്തിരുന്നത്. മനു,
സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇപ്പോൾ ബാലമുരുകൻ തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് കേരള പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിന്റെ തെളിവുകളും കേരള പോലീസ് ശേഖരിച്ചിരിക്കുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഒരു വഴിയാത്രക്കാരന്റെ ഫോണിൽ നിന്ന് ഇയാൾ അയാളുടെ ഭാര്യയെ വിളിച്ചിട്ടുണ്ട്. ഇനി ഈ വഴിയാത്രക്കാരന് ഈ ബാലമുരുകനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇയാളുടെ സംഘാംഗമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അയാളെ വേഗം പിടിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രമാത്രം ക്രൂരനായ ഒരു കുറ്റവാളിയാണ് ബാലമുരുകൻ. 53 കേസുകളിൽ പ്രതിയാണ്. ഇയാളുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ മോഷണത്തിന് പോകുമ്പോൾ അവിടെയുള്ള മനുഷ്യരെ ആക്രമിച്ച് കീഴടക്കിയതിനു ശേഷം മോഷ്ടിക്കുക എന്ന ഒരു സ്വഭാവമുള്ള ക്രിമിനൽ കൂടിയാണ് ഈ ബാലമുരുകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപകടകാരി കൂടിയാണ് അയാൾ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അയാളെ പിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.